പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. ഫ്രറ്റേണിറ്റി സംസ്ഥാന സമ്മേളനം പറവൂരിൽ ആരംഭിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സമ്മേളനം പറവൂരിൽ ആരംഭിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 8 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ മുഖ്യധാര വിദ്യാർത്ഥി യുവജന സംഘടനയായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വളർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ 4ാമത്തെ പ്രവർത്തന കാലവും അവസാനിക്കുകയാണ്. അടുത്ത ടൈമിലേക്കുള്ള 5ാമത്തെ ടൈമിലേക്കുള്ള സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുക്കുന്ന നിലവിലെ പ്രവർത്തനകാലങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ട് പാസ്സാക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ ഉദ്ദേശിച്ചത്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പറവൂരിന്റെ മണ്ണിലാണ് സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ വലിയ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്ന ഒരു മണ്ണാണ് പറവൂർ എന്ന് പറയുന്നത്. ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ, പാലിയൽ സമരമടങ്ങുന്ന വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ ഷമീമ സക്കീർ, അമീൻ റിയാസ് എന്നിവർ സമ്മേളന പ്രമേയം അവതരിപ്പിച്ചു. 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിന് ജനറൽ സെക്രട്ടറിമാരായ ആദിൽ അബ്ദുൾ റഹീം, അർച്ചന പ്രജിത്ത്, തഷ്രീഫ് കെ പി, വൈസ് പ്രസിഡന്റ് നെയ്ം ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നീതി പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ രൂപീകരിച്ചത് മുതൽ ഈ മൂവ്മെന്റിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. വെൽഫെയർ പാർട്ടി ഒരു വിദ്യാർത്ഥി യുവജന മൂവ്മെന്റിന് രൂപം നൽകുന്ന ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അത് ലക്ഷ്യം വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി, ധാരാളം കാര്യങ്ങൾ. അതിലൊരു കാര്യം സാമൂഹ്യ നീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലവിൽ അതിൻ്റെ രാഷ്ട്രീയ കാമ്പ് ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കഴിവും യോഗ്യതയും പുതിയ സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, ജനറൽ സെക്രട്ടറി സിർഷാദ്, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ദേശീയ കമ്മിറ്റി അംഗം സാന്ദ്ര എം.ജെ നേതൃത്വം നൽകും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് സമ്മേളനം അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, പറവൂർ.